ഞാനിവിടെ കയറി വന്ന് ഒരു പാട്ട് പാടാനൊന്നുമല്ല ഞാൻ വന്നത്. കർത്താവിൻ ദാസൻ സ്വോത്രം ഷമീർ കൊല്ലം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്കൊന്ന് കേൾക്കണം. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ കർത്താവിൻ ദാസനാകുന്ന വർഗീസ് പാസ്റ്റർ ഞങ്ങൾക്ക് ഏറ്റവും സ്തോത്രം ഞങ്ങളുടെ ഭവനത്തിൻ്റെ സ്തോത്രം അംഗം പോലെയാണ്. കർത്താവിൻ ദാസനാണ് എൻ്റെ മക്കളുടെ വിവാഹം നടത്തി തന്നിട്ട് ഇന്ന് 8-9 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് മുതൽ ഞങ്ങൾ ചില വർഷങ്ങൾ കാണാതിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ട് കാണുവാനിടയായി. സ്തോത്രം അന്ന് മുതൽ ഇന്നുവരെയും ആത്മബന്ധത്തിൽ ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ആത്മമായി ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ നല്ല സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എന്നെ അറിയാം. എങ്കിലും ഞാൻ എഴുതിയ ഒരു പാട്ട് ആണ് ഇന്നിവിടെ പാടാൻ പോകുന്നത്. അതാദ്യമായി ഞാൻ എഴുതി, അത് പാടിയത് വൈറലായി. അങ്ങനെയാണ് ലോകമെമ്പാടും എന്നെ അറിയാനിടയായത്. പ്രൈസലോട്. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. യേശുനാഥൻ വരവിനായി ദൂതഗണമേണമെത്തി, നക്ഷത്രങ്ങൾ കണ്ടൽ ചിമ്മി. യേശുനാഥൻ വരവിനായി, യേശുനാഥൻ വരവിനായി ദൂതഗണമേണമെത്തി, നക്ഷത്രങ്ങൾ കണ്ടൽ ചിമ്മി. യേശുനാഥൻ വരവിനായി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. കാട്ടുപൂക്കൾ പാട്ടുപാടി, പൂഞ്ചോല പുഞ്ചിരിച്ചു, ഓളങ്ങൾ നൃത്തമാടി. യേശുനാഥൻ വരവിനായി. കാട്ടുപൂക്കൾ പാട്ടുപാടി, പൂഞ്ചോല പുഞ്ചിരിച്ചു, ഓളങ്ങൾ നൃത്തമാടി. യേശുനാഥൻ വരവിനായി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, മീവൽ പക്ഷി കൂടം കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടുപാടി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന താരം നമ്മുടെ ഗ്രേസി അമ്മച്ചിയാണ്. അമ്മച്ചി എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വളരെ പരിചയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അമ്മച്ചിയുടെ പാട്ട് ലോകം മുഴുവൻ എല്ലാ ദൈവമക്കളും ഏറ്റെടുത്ത നല്ല പാട്ടുകൾക്ക് ഉടമയാണ്. ഇത് 83-ാം വയസ്സിലാണെന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്നു. കർത്താവ് അധികം ശക്തമായി ഉപയോഗിക്കട്ടെ.